കൊല്ലം കോർപ്പറേഷന്റെ 12 MLD സിവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ജലമാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വികസിത രാജ്യങ്ങൾക്ക് സമാന മാതൃകയിൽ മാലിന്യ സംസ്കരണമാണ് കൊല്ലം കോർപ്പറേഷന്റെ ലക്ഷ്യം. അതിനായി 40 കോടിയോളം രൂപ ചെലവഴിച്ച് കൊല്ലം കുരിപ്പുഴയിലെ സീവറേജ് സംസ്കരണശാലയിൽ നിർമ്മിച്ച പ്ലാന്റിൽ പ്രതിദിനം 1,02,00,000 ലിറ്റർ മലിനജലം സംസ്കരിക്കാനാകും. അതിയായ സന്തോഷമുണ്ട്. സമയബന്ധിതമായി തന്നെ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മീഷന്റെ ശുപാർശകൾ സർക്കാർ പരിശോധിച്ച ശേഷം അത് നടപ്പിലാക്കുന്നതിന് ഒരു നഗരവികസനത്തിനൊരു പുതിയ മാതൃക കേരളം രാജ്യത്തിന് മുമ്പിൽ സൃഷ്ടിക്കുന്നതിന് ഇത് സഹായകരമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ കർശന വ്യവസ്ഥകൾ പാലിച്ച് ഈ മലിനജലത്തിന്റെ 80% വരുന്ന ജലത്തെ അണുവിമുക്തമാക്കി അഷ്ടമുടിക്കായലിലേക്ക് ഒഴുക്കിവിടും. ബാക്കി വരുന്ന ഖരമാലിന്യം സംസ്കരിച്ച് വളമായി രൂപാന്തരപ്പെടുത്തി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ വിതരണം ചെയ്യുമെന്ന് മേയർ ഹണി ബെഞ്ചമിനും മുൻ മേയർ പ്രസന്ന ഏണസ്റ്റും കൈരളി ന്യൂസിനോട് പറഞ്ഞു. 32,92,00,000 രൂപയാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ചെലവഴിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ നെറ്റ്വർക്കിംഗ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് ഉടനെ തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അവിടെ സാധനം എത്തുന്നില്ല, ഈ സീവേജ് എത്താത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അടിയന്തരമായി സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഒരു 50 KLD ഞങ്ങളവിടെ ഇപ്പോൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം മാലിന്യ സംസ്കരണത്തിൽ ഉപയോഗിക്കുന്ന നവീന സാങ്കേതിക വിദ്യ മനസ്സിലാക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ പൈലറ്റ് പദ്ധതികൾ കൂടി പഠിക്കുമെന്ന് കൊല്ലം ഡെപ്യൂട്ടി മേയർ ജയൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനമാണ്. അതിൻ്റെ ഈ ബാക്കപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് വലിയ വികസിത രാജ്യങ്ങളിൽ പ്രയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ അത് നടത്താനാണ് ഞങ്ങളിപ്പം അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പമ്പിംഗ് സ്റ്റേഷനുകളും അനുബന്ധ നെറ്റ്വർക്കുകളുടെ നിർമ്മാണവും ഇതിനോടൊപ്പം പുരോഗമിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ, അത് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മനുഷ്യവിസർജ്യം സംസ്കരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. അതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് കൊല്ലം കോർപ്പറേഷൻ. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.